ആശ്വാസകരമായ ഒരു വിവരം ഈ നിമിഷം വരുന്നുണ്ട്. ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ പുരോഗതി വരുന്നു. രാവിലെ കണ്ണു തുറന്നിരിക്കുന്നു, കൈകളും കാലുകളും ചലിച്ചു എന്നൊരു വാർത്ത കൂടി ആശ്വാസ വാർത്തയായി വാർത്താ പ്രഭാതത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഉമാ തോമസ് MLA സാവധാനം ഇപ്പോൾ പുരോഗതി പ്രാപിക്കുന്നു. ആരോഗ്യനിലയിൽ രാവിലെ കണ്ണു തുറന്നിരിക്കുന്നു, കൈകളും കാലുകളും ചലിപ്പിച്ചിരിക്കുന്നു. ഇതുവരെയും ഏകദേശം അൺകോൺഷ്യസ് അവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. 10 മണിക്ക് മെഡിക്കൽ ബോർഡ് ചേരും. നമ്മൾ ആ ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നുണ്ട്. MLA ആരോഗ്യനിലയിൽ പുരോഗതി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സൈഫ് ന്യൂസ് റെഡിയാണ്. ഞാൻ അതിനുശേഷം ദീപക്കിലേക്ക് മടങ്ങി വരാം. ദീപക്ക്, വളരെ ആശ്വാസകരമായൊരു വാർത്ത ഈ വാർത്താ പ്രഭാതത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നു. ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരിക്കുന്നു. രാവിലെ കണ്ണു തുറന്നിരിക്കുന്നു, കൈകളും കാലുകളും ചലിച്ചിരിക്കുന്നു. നമുക്കിപ്പം സൈഫ് ന്യൂസ് ചേരുന്നു. സൈഫ് ന്യൂസ, വെരി ഗുഡ് മോർണിംഗ്. സൈഫ് ന്യൂസ, ഒരിക്കൽ കൂടി വളരെ ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാത്തിരുന്ന വാർത്തയാണല്ലേ സൈഫ് ന്യൂസ? തീർച്ചയായും അരുൺകുമാർ, കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ആശ്വാസകരമായ ഒരു വാർത്ത ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഈ മിനിഞ്ഞാന്ന് അപകടം ഉണ്ടായി, ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷം അൺകോൺഷ്യസ് ആയിരുന്നു. പിന്നീട് വെന്റിലേറ്റർ പ്രവേശിപ്പിച്ചു. പിന്നീട് ഡോക്ടർമാരുടെ മുമ്പിലും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ബോഡി തന്നെ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തനിയെ കണ്ണു തുറന്നു. ഡോക്ടർമാർ വിളിച്ചിട്ടല്ല, തനിയെ തന്നെ MLA രാവിലെ കണ്ണു തുറന്നു. കൈകളും കാലുകൾക്കും ചലനം ഉണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം അങ്ങനെയെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിലടക്കം തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ അപകടം ഉണ്ടായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉമാ തോമസ് കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും കോൺഷ്യസ് അല്ലാതാവുകയും പിന്നീട് ഒരു 15 എന്നുള്ളത് 8ലേക്ക് പോയതിനു ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചത്. അന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ശേഷം വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. പിന്നീട് കണ്ണു തുറക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ കണ്ണു തുറന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. അക്കാര്യം എന്തായാലും ഇന്നത്തെ മെഡിക്കൽ ബോർഡ് ചർച്ച ചെയ്യുകയും ചെയ്യും. ഈ ശ്വാസകോശത്തിലെ ഈ രക്തം കെട്ടിക്കിടക്കുന്നതും ഒപ്പം തന്നെ ഈ അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നതുമെല്ലാം തന്നെ വെന്റിലേറ്ററിന്റെ സഹായം ഉമാ തോമസ് MLA രാവിലെ കണ്ണു തുറന്നിരിക്കുന്നു, കൈകാലുകൾ ചലിച്ചിരിക്കുന്നു. ഉമാ തോമസ് MLA അങ്ങനെ സാവധാനം ആരോഗ്യനിലയിൽ പുരോഗതി നേടുകയാണ്. ഏറെ ആശ്വാസകരമായ സന്തോഷകരമായ ഒരു വാർത്ത പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.